എന്നും എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത് എൻ്റെ നിർബന്ധം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്. അപ്പം ഞാൻ എന്നും കണ്ടെത്തി എന്താണ് നാളെ ചെയ്യേണ്ടത് എല്ലാം സൂക്ഷിച്ച് വെച്ച് കാണും. മിക്കവാറും വേസ്റ്റ് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ആ കൂട്ടത്തിൽ ഞാൻ ഒരു ദിവസം ചെയ്തൊരു വർക്ക് ഞാനിന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്തെടുത്ത ഒരു മാലയാണ്. കണ്ടോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തോ കൊണ്ടാണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് കൂടി പറഞ്ഞുതരാം. ആ വേസ്റ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വേസ്റ്റ് കണ്ടാൽ ശരി വരും. അതെന്താണെന്ന് പറയാം. ഇത് കണ്ടോ, നമ്മുടെ സ്ട്രോ. ഇത് നമ്മൾ യൂസ് ചെയ്തിട്ട് വെറുതെ കളഞ്ഞ്, ഇപ്പം പ്ലാസ്റ്റിക് സ്ട്രോ കുറവാണ്. ഏത് സ്ട്രോ ആയാലും ഞാൻ പറയും നമുക്കിത് യൂസ് ചെയ്യും. ഇപ്പം എൻ്റെ കയ്യിലുള്ളത് ഒരു പ്ലാസ്റ്റിക് സ്ട്രോ ആണ്. ഞാനിതിൽ ഇത് കണ്ടോ, ഫെവിക്രിൽ എന്ന് പറയും, ഇല്ലെങ്കിൽ ശില്പക്കാർ എന്ന് പറയും. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും. ഈ സാധനം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത്, ഇപ്പം എനിക്ക് ഓഫീസിൽ പോകുന്നതുകൊണ്ട് സമയമില്ല, എന്നാലും ഞാൻ യൂസ് ചെയ്ത കാര്യങ്ങളാണ് പറഞ്ഞത്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്നറിയാമോ, ഇതിനകത്ത് ഈ സാധനത്തിനെ നിറച്ചിട്ട് ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. അടുത്ത ദിവസം ആകുമ്പോൾ ഇത് ഉണങ്ങും. അപ്പോൾ ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നടുക്ക് നമുക്ക് ഇതിനകത്ത് ഈർക്കിലോ മുട്ടുസൂചിയോ എന്തെങ്കിലും ഇതിനകത്ത് വെച്ചാൽ ഈ ഹോള് കിട്ടാൻ വേണ്ടിയാണ്, നമുക്ക് നൂല് കോർക്കാനുള്ള ഹോള്. എന്നിട്ട് ഇത് കട്ട് ചെയ്തിട്ട് അടുത്ത ദിവസം ഇത് ഉണങ്ങുമ്പം ഈ പ്ലാസ്റ്റിക് നമുക്ക് അങ്ങ് കട്ട് ചെയ്ത്, പേപ്പർ ആണെങ്കിൽ വെള്ളത്തിലിട്ടാൽ മതി, പേപ്പർ അങ്ങ് പോകും. എന്നിട്ട് അപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് ഇതേപോലെ ഒരു ഡിസൈൻ നമ്മുടെ കയ്യിൽ കിട്ടും. ഈ മാലയുടെ ഡിസൈൻ കണ്ടോ, ഇത് ഞാൻ സ്ട്രോയ്ക്കകത്ത് ഈ ശില്പക്കാർ എന്ന് പറഞ്ഞൊരു സാധനം ചേർത്തിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ പേപ്പർ കളഞ്ഞിട്ട് കോർത്തെടുത്താണ്. ഇതും ഞാൻ ഡിസൈൻ ചെയ്താണ്. ഇതും ശില്പക്കാർ തന്നെ പെയിൻ്റ് അടിച്ചാണ്. ഇത് ചെറിയ ചെറിയ മുത്തുകൾ വാങ്ങാൻ കിട്ടും. അത് ചേർത്തിട്ട് ഒരു ലോക്കറ്റ് ആക്കിയതാണ്. ഇതൊക്കെ കണ്ടോ, നമുക്ക് ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഓർണമെൻ്റാണ്. ഇത് നമ്മൾ സെയിൽ നടത്തിയാൽ നല്ല കാശ് കിട്ടും. അവരവർക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ ഉണ്ടാക്കാം. അപ്പം നമുക്കിത് വേണ്ടത് വെറും ഞാനിത് ഉപയോഗിച്ച ആയുധം ഇതാണ്. ഇതും നമ്മുടെ ശില്പക്കാർ ഒരു സിസറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അടിപൊളി മാല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അപ്പം മനസ്സിലായല്ലോ, ഇങ്ങനെ ഒരു മാല ഉണ്ടാക്കുമ്പോൾ നമ്മുടെ മെൻ്റൽ സാറ്റിസ്ഫാക്ഷനും ഒപ്പം വേണമെങ്കിൽ ഇക്കണോമിക്കലി ഇതൊക്കെ നമുക്ക് സെയിൽ നടത്താം.